ഇനി നമുക്ക് എളുപ്പത്തിൽ ഒരു അടിപൊളി മട്ടൺ റോസ്റ്റ് ഉണ്ടാക്കാം. 1/2 കിലോ മട്ടൺ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഇത്രയും ചേർത്ത് പുരട്ടി മാറ്റി വെക്കുക. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മീഡിയം പീസ് ഇഞ്ചി തൊലി കളഞ്ഞതും, ഒരു 6-7 വെളുത്തുള്ളിയുടെ അല്ലിയും, 1 ടീസ്പൂൺ കുരുമുളകും, 1 ടീസ്പൂൺ പെരുംജീരകവും ചേർത്ത് ചതച്ച് അതിൽ 1 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 2 പിടി കുഞ്ഞുള്ളിയും, 1 സബോള ചെറുതായിട്ട് അരിഞ്ഞതും, 2-3 പച്ചമുളകും, 1 തക്കാളിയും കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അങ്ങ് വേവിക്കാൻ വെക്കുക. വേണമെങ്കിൽ ചട്ടി വേവിക്കുക, അല്ലെങ്കിൽ കുക്കറിൽ വേവിക്കാം. വെന്തതിന് ശേഷം ഒരു കടായി എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കുറച്ച് എണ്ണയും കൂടെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ബാക്കിയിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിക്കുക. അതിലേക്ക് വേവിച്ച മട്ടനും കൂടെ ചേർത്ത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ അങ്ങ് റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു മട്ടൺ റോസ്റ്റ് ഇവിടെ റെഡിയായി.